ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ വെള്ളിക്കുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തുള്ള ചൊക്കനയിലേക്കുള്ള യാത്രയാണ്. അധികം ഫേമസ് ആയ സ്ഥലമൊന്നും അല്ലെങ്കിലും കാണാൻ അതിമനോഹരവും ഫുള്ള് റബ്ബർ തോട്ടവുമാണ് ഈ ഒരു ഭാഗത്ത് മൊത്തം ഉള്ളത്. നമ്മളങ്ങനെ ഇപ്പം തൃശ്ശൂരിലെ ചൊക്കന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോകുന്ന വഴിക്കൊരു കിടിലൻ ലൊക്കേഷൻ കണ്ടപ്പോൾ നിർത്തിയതാണ്. ഈ പോകുന്ന വഴിക്ക് മൊത്തം നമ്മൾ കാണാൻ പറ്റുന്ന റബ്ബർ തോട്ടമാണ്. അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഹാരിസൺ മലയാളം എന്ന് പറഞ്ഞ ടീമിന്റെയാണ്. ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഹാരിസൺ മലയാളം ഗ്രൂപ്പിനെ പറ്റി അറിയായിരിക്കും. ഇന്ത്യയിലെ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലാന്റേഷൻ ഗ്രൂപ്പാണ് ഹാരിസൺ മലയാളം വരുന്നത്. റബ്ബർ, തേയില, കാപ്പി, പൈനാപ്പിൾ കൃഷി അങ്ങനെ എല്ലാവിധ എസ്റ്റേറ്റുകളും ഇവരുടെ അണ്ടറിലുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇവരുടെ എസ്റ്റേറ്റിലാണ്. ഏക്കർ കണക്കിന് നീണ്ടു കിടക്കുന്ന റബ്ബർ തോട്ടങ്ങളാണ് ഇവിടെ മൊത്തം. ഒരു മലയുടെ ഒരു ഭാഗം മൊത്തം ഇവരുടെ തന്നെ റബ്ബർ പ്ലാന്റേഷൻ ആണ്. ഞങ്ങൾ ഒരുമിച്ച് ഡിഗ്രി പഠിച്ചതാണ്. അപ്പോൾ അവൻ്റെ വീട് ഇവിടെ അടുത്താണ്. അങ്ങനെ ഞങ്ങൾ ചൊക്കന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതാണ്. ഇത് ഹാരിസൺ മലയാളത്തിൻ്റെ ഒരു എസ്റ്റേറ്റ് കേട്ടോ. ഏക്കർ കണക്കിന് കണ്ടിന്യൂസ് റബ്ബർ തോട്ടം തന്നെയാണ് വരുന്നത്. ഇതിപ്പം എനിക്ക് തോന്നുന്നു അവരുടെ പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ലെവലാക്കിയേക്കുന്ന സ്ഥലങ്ങളാണ് ഇത് വരുന്നത്. ഇതിലെ നേരെ പോയി കഴിഞ്ഞാൽ ആദിവാസികളുടെ കോളനിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ സൈഡിൽ താഴെയായിട്ട് പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എസ്റ്റേറ്റിനുള്ളിൽ ഇതുപോലെയുള്ള വീടുകൾ നമുക്ക് കാണാൻ പറ്റും. എസ്റ്റേറ്റിലെ ജോലിക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളാണിത്. പച്ചപ്പ് നിറഞ്ഞ ഈ റബ്ബർ തോട്ടത്തിന്റെ നടുവിലൂടെയുള്ള വഴി നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് തരും. മാത്രവുമല്ല തിരക്കുമില്ലാത്ത റോഡുകൾ. ഈ ഒരു ഭാഗത്തെല്ലാം ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ പലയിടത്തും നമുക്ക് ആന ഇറങ്ങാതിരിക്കാൻ ഫെൻസിങ് വെച്ചേക്കുന്നത് കാണാൻ പറ്റും. ഇതുപോലെ മനോഹരമായ കുറെ ഗ്രൗണ്ടുകൾ ഈ ഭാഗത്തുണ്ട്. റീൽസിലൊക്കെ ഫേമസ് ആയ പാലപ്പള്ളിയിൽ ഗ്രൗണ്ടും ഇവിടെ തന്നെയാണുള്ളത്. ഈ കാണുന്ന ഹാരിസൺ മലയാളം ഗ്രൂപ്പിന്റെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിങ്ങനെ ഏക്കർ കണക്കിന് റബ്ബർ തോട്ടത്തിൽ കൂടി ഇങ്ങനെ വരുവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ അടുത്ത് അതുപോലെ തൂക്കുപാലങ്ങളുണ്ട് കേട്ടോ. അവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. എസ്റ്റേറ്റ് പരിപാടി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇപ്പം കിലോമീറ്ററുകൾ ഇങ്ങനെ ബൈക്കിന് വന്നുകൊണ്ടിരിക്കുക. ഫുള്ള് ഇതുപോലെ റബ്ബർ തോട്ടങ്ങളാണ് മൊത്തം. ഇടയ്ക്കൂടെ അവരുടെ ഗോഡൗൺ കാര്യങ്ങളുണ്ട്. അങ്ങനെ രസമാണ്. ഒരു വഴി മുടക്കി ആൾക്കാർ ഇങ്ങനെ പിടിക്കാണ്ടാവണതിന് കുത്തരുത്. കുത്തുവോ? ഇല്ല, എന്നെയും ജമീനും പേടിയില്ല കേട്ടോ. എന്നെയും ജമീനൊക്കെ ഒരു വട്ടം പശു എടുത്ത് താഴ്ത്തിയിട്ടുള്ളതാണ്. ഞങ്ങൾ മറ്റേ ഇവിടെ കളി ഉണ്ടായി ഫുട്ബോൾ. ആ കാണുന്നതെല്ലാം മറ്റേ ഇവരെ റബ്ബർ ടാപ്പ് ചെയ്യുന്നവർക്ക് താമസിക്കാനുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇങ്ങനെ വരുന്ന സൈഡിൽ ഒരു സൈഡിൽ പുഴ കേട്ടോ. അപ്പം ഇതുപോലെ കുറേ തൂക്കുപാലങ്ങൾ ഇവിടെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ക്ലോസ് ആണ്. എനിക്ക് തോന്നുന്നു പാലം മൊത്തം പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ക്ലോസ് ആണ്. ഇതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോവാട്ടോ. നമ്മൾ കയറുന്നില്ല. അവിടെയൊക്കെ ഇച്ചിരി പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ട്. അപ്പം നമ്മളിതിൽ കയറുന്നില്ല. റബ്ബർ തോട്ടത്തിന്റെ ലൈറ്റ് കളറുണ്ട് ഇലയ്ക്ക് വെയിലടിച്ചിട്ട്. ചൊക്കനേന്ന് അധികം ദൂരമില്ല ചിമ്മിനി ഡാമിലേക്ക്. പിന്നെ അങ്ങോട്ടായി യാത്ര. അങ്ങനെ ഞങ്ങൾ ഡാമിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന വഴിയാട്ടോ ഇത്. നോക്കിയേ, അടിപൊളി. രണ്ട് സൈഡിലും ഫുള്ള് റബ്ബർ എസ്റ്റേറ്റ്. അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വഴിക്ക് നമുക്ക് ആണെങ്കിൽ ഒരു പുഴയിലേക്ക് ഇറങ്ങാനുള്ളൊരു സ്പോട്ട് കിട്ടി. അത്യാവശ്യം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് കണ്ടോ, പ്ലെയിനായിട്ട് കിടക്കുന്ന, വലിയ വെള്ളമൊന്നുമില്ല, നല്ല വ്യൂ ആണ് ഇവിടുന്ന്. ഫോട്ടോജനിക് ആയിട്ടുള്ള സ്ഥലം. ബൈക്ക് റൈഡേഴ്സൊക്കെ ഡാമിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ചവിട്ടുന്നതാണ്. ഒരു വമ്പൻ മരം. അതിനിടയ്ക്ക് നമുക്ക് ആൾക്കാർക്ക് കയറി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ കേട്ടോ. അതിൻ്റെ വേരാണിത്, മതിൽ പോലെ. അതിൻ്റെ അകത്തോട് താട്ടിറങ്ങിയാൽ ഇപ്പോഴത്തെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നേരം കണ്ട വീഡിയോയിലെ എല്ലാ സ്ഥലങ്ങളും എല്ലാ റോട്ടിലും ആനയും പുലിയും ഇറങ്ങുന്നതാണ്. ഈ ഭാഗത്ത് താമസിക്കുന്നതിൽ ഒട്ടുമുക്കാൽ ആൾക്കാരും ഈ ഒരു എസ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഡാമിൻ്റെ എൻട്രിയിലേക്ക് എത്തി നമ്മൾ. അങ്ങനെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഒരു ഡാമിലേക്ക് കാണാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷേ നമ്മൾ ശരിക്ക് ഈ ഒരു എസ്റ്റേറ്റ് കാണാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. എന്തായാലും സെക്കൻഡറി വൺ മൈൻഡ് എന്നുള്ള രീതിയിൽ ഡാമിലേക്ക് പോയതായിരുന്നു. അങ്ങനെ നമ്മുടെ കയ്യിൽ പേഴ്സില്ല, ഫോണിന് അവിടെ നെറ്റ്വർക്കിംഗ് കിട്ടില്ല, അപ്പോൾ പൈസ കൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നു വീട്ടിലേക്ക്. അങ്ങനെ ഇതെല്ലാം ഹാരിസൺ എസ്റ്റേറ്റ് തന്നെയാണ് ഫുള്ള് വരുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ അവരുടെ തന്നെ ഒരു ഹോസ്പിറ്റലുണ്ടോ. ഈ ഒരു ഏരിയ മൊത്തം അവരുടെ അണ്ടറിൽ വരുന്ന കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി സ്പെഷ്യൽ എന്തെങ്കിലും മെഡിക്കൽ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടി സ്പെഷ്യൽ അവരുടെ തന്നെ ഒരു ഹോസ്പിറ്റൽ, പിന്നെ ഒരു ചാപ്പൽ. ഇതിനുള്ളിൽ തന്നെ ഇത് ആരാധനാലയങ്ങൾ പലതും ഉണ്ട് കേട്ടോ, എല്ലാ മതത്തിലുള്ളവരുടെ. ഇതിൻ്റെ ബേക്കിൽ കാണുന്ന ആ ഒരു ബിൽഡിങ് ഇവരുടെ എസ്റ്റേറ്റ് കേട്ടോ, പണ്ടുണ്ടായിരുന്ന എസ്റ്റേറ്റ്.
പിന്നെ ഈ കാണുന്ന സെക്ഷൻ കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിലുള്ള റബ്ബർ വെട്ടി പാല് മൊത്തം ഈ ഒരു ടാങ്കിൽ കൊണ്ടുവരും. എന്നിട്ട് ഇവിടുന്ന് ഇവർ വണ്ടിക്ക് വന്നിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. സൈഡിലായിട്ട് പുഴയൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോയ വഴിയല്ല തിരിച്ചു വരുന്നത്, നമ്മളൊരു വേറെ റൂട്ടിൽ കൂടെയാണ് ഇറങ്ങുന്നത്. വെള്ളിക്കുളങ്ങരയിലേക്ക് എത്തുന്ന വഴിയാണ്. ഫുള്ള് തേക്കുംകാടായിട്ട് വരുന്നത്. അവിടെ ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ചെറിയൊരു കാട് ഫോറസ്റ്റാണ്. ഇവിടേക്ക് ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ കണ്ടോ ഫെൻസിങ് ഒക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പം ആന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എപ്പോഴും ഇറങ്ങുന്നതാണ്. അത് വന്നത് ഉച്ച സമയമാണ്. രാവിലെയൊക്കെ വരുവാണ് ആനനെ കാണുന്നതെന്നാണ് നിബിൻ്റെ കണ്ടുപിടുത്തം. എപ്പോഴാണ് 6 മണിയോ? രാവിലെ 6 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആനനെ കിട്ടും ഇവിടെ. കിട്ടില്ല കാണാം. ആന വരുന്നതുകൊണ്ട് ഇവിടെ മൊത്തം ഫെൻസിങ് വെച്ചേക്ക് കേട്ടോ, റോട്ടിലേക്ക് കയറാതിരിക്കാം. ഞാനിങ്ങനെ വഴിൻ്റെ സ്പീഡിൽ കൂടെ ആന വല്ലതും കിട്ടുമോ ഒന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുമോ നോക്കി പോവാം. തിരിച്ച് നമ്മൾ വീടിൻ്റെ അവിടെ എത്തി. ചെറിയൊരു ചെക്ടാൻ പോലെ ഒരു സംഭവം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. തുറന്നു വിട്ടേക്കുവാണ്. ആനകൊണ്ട് അവിടെ വെള്ളം അങ്ങനല്ലേ? ഓക്കെ. ഇവിടെ നെൽകൃഷികളിലൊക്കെ ഉണ്ട് കേട്ടോ. ആ കാണുന്നതെല്ലാം നെൽപ്പാടങ്ങളാണ് ഇവിടെ എല്ലാം. അപ്പം അങ്ങോട്ടേക്ക് വെള്ളം കയറ്റാൻ വേണ്ടിയിട്ട് ഇത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് വെള്ളം കയറുമല്ലോ, അതിന് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അങ്ങനെ വീട്ടിലെത്തി. ഇവിടെ ഒരുത്തരുണ്ട്. എടാ ഇവന്റെ പേരനാ? അച്ചു. രാവിലെ എന്നെ ഒന്ന് കടിക്കാൻ പേടിപ്പിച്ച ഒറ്റ ഓട്ടം. ഭാഗ്യത്തിന് കടി ജസ്റ്റ് മിസ്. ഇല്ല, കെട്ടിയിട്ട നേരത്തിൽ ഞാനിവിടെ വേണ്ട. കടിക്ക് നല്ല അനുസരണയാണല്ലോ. കൊള്ളാം. മുടിയും താടിയൊക്കെ വെട്ടി സെറ്റാക്കി നിർത്തിയേക്കാം. അങ്ങനെ റംബുട്ടാൻ പറിച്ചു. അങ്ങനെ നമ്മളാണ് തിരിച്ച് ആലുവയിലെത്തി കേട്ടോ. ആലുവ ടൗണിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ഒരു 4 കിലോമീറ്റർ മാറിയിട്ട് തുരുത്തുപാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓൾറെഡി സൺസെറ്റൊക്കെ കഴിഞ്ഞു. സമയം ഇപ്പം 6:30 നടുഭാഗത്തൊരു തുരുത്ത് പോലൊരു സ്ഥലമുണ്ട്. ആ ഒരു ഭാഗത്തൊക്കെ പശുക്കൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു.